ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഇല്ലേ? ഇന്നത്തെ നൈറ്റ് ഇത്രേ ഉള്ളൂ. എനിക്ക് വിശന്നിട്ട് വയ്യ. ഇത് എന്തോന്ന് സ്റ്റേഷൻ? അവിടെ കള്ളന്മാരൊന്നും ഇല്ലേ? വിശന്നാ ഞങ്ങള് കള്ളന്മാരെയാണോ പിടിക്കുന്നത്? ദോശ ഉണ്ടാക്കട്ടെ? ഉണ്ടാക്കിക്കോ, 10 15 ഉണ്ടാക്കിക്കോ. എന്തത്? എന്താടി ഒരു ശബ്ദം കേട്ടത്? എന്ത് ശബ്ദം? അങ്ങനെ ഒരു ശബ്ദം. അത് ഈ ദോശയുടെ ആയിരിക്കും. നിന്റെ ദോശക്ക് ഇത്രയും വലിയ ഷൂവോ? അതല്ല. മാഷേ, ആരാ? അമ്മിണിയ? മാഷേ, അമ്മിണിയല്ലോ, പിന്നെ ആരാ? എന്താ എന്താ? എന്തോ ഒരു ശബ്ദം കിട്ടില്ല മാഷേ. ശബ്ദോ? ആരാ? എന്താ 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 എന്താടോ? എന്താ എന്താ? പേടിക്കണ്ട പേടിക്കണ്ട, ആരും വന്നിട്ടില്ല, വെറുതെ ബഹളണ്ടായില്ല. എന്റെ ഈശ്വര, എന്താണോ ഈ വാതിലും ജനവാതിലും ഒക്കെ അടച്ചിട്ടിരിക്കുന്നത്? അത് കള്ളനകത്ത് കയറിയ ശേഷം അടച്ചതാ. അപ്പൊ കള്ളനകത്തുണ്ടോ? ഇല്ല, പുറത്തു പോയതിനു ശേഷം. ഇനി എന്റെ ആവശ്യമില്ല. ഒരിക്കൽ കേറിയാ പിന്നെ 4-5 മാസം കഴിയാതെ വീണ്ടും അതേ സ്ഥലത്ത് ആ കള്ളം കേറാറില്ല. അതാണ് ഞങ്ങളുടെ തിയറി. കള്ളം പ്രാക്ടിക്കലാ. ആഹാ, കുറച്ചു ദിവസം ലീവ് എടുത്ത് വീട്ടിൽ പോയി കുടുംബത്തെ കാണണമെന്ന് വിചാരിക്കേണ്ട താമസമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇടിത്തി പോലെ എവിടെ നിന്നും ഒരു കള്ളം വന്ന് വീഴും. ഇതെന്ത് നാടാണ് മാഷേ? ഇതാണ് മാഷ്, ഞാൻ അധികാരി. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചില്ല. ഇതെന്ത് നാടാണ് മാഷേ? ഇവിടെ കള്ളന്മാരല്ലാതെ നല്ല മനുഷ്യരാരും ഇല്ലേ? ഞങ്ങളൊക്കെ നല്ല മനുഷ്യരാണ് സാർ. ഈ കൂട്ടത്തിൽ ഒരു ഒറ്റ കള്ളന്മാരും ഇല്ല. സാറിന് മനസ്സിലായില്ലോ. ഞാൻ പണിക്കരാ. എന്താ പണി? പണിയൊന്നും ഇല്ലാത്ത പണിക്കരാ. ഞങ്ങൾക്ക് പണിയുണ്ടാക്കരുത്. പോലീസ് വെടിവെക്കുമ്പോ മുമ്പിൽ കയറി വെടിവെക്കരുത്. ഉണ്ട തട്ടി ചത്തോ, മനസ്സിലായോ? നല്ല പൂമണം. ആ, അന്വേഷണത്തിന് ആകെ കിട്ടിയൊരു തുരുമ്പ. അവൻ ഉടുക്കാൻ കിട്ടൊരു ലുങ്കി സഹിക്കാൻ വയ്യ. താനിതുകൊണ്ട് ഭംഗിയായിട്ട് അലക്കി ഇസ്തിരിട്ട് മടക്കി പോയി നായെ കൊണ്ട് മണപ്പിക്കാനുള്ളതാ. ആ കള്ളൻ ആ ലുങ്കി എന്നെ പുതപ്പിക്കായിരുന്നു സാർ. പൊത്തപ്പിക്കുന്ന താൻ കണ്ടോ? ഞാൻ കണ്ടില്ല. ഈ നല്ല ഞാൻ കാണുമ്പോ കള്ളൻ ലുങ്കിയില്ലായിരുന്നു. അവന് തുണിയില്ലായിരുന്നോന്ന് കണ്ടപ്പോ തന്നെ കണ്ണിലിരുട്ട് കയറി. അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. ആ സമയത്ത് തന്റെ കണ്ണി പവർ കട്ടായിരുന്നോ? അമ്മണി, നമ്മുടെ സമ്പാദ്യം ഇനി എന്തെടുത്തരാതെ അവര് നമ്മുടെ മോളെ വേണ്ടെന്ന് പറഞ്ഞ അമ്മണി. എന്താടാ? വാ. ആരാ പറഞ്ഞത് ഈ മഴയത്ത് വന്ന് കിടക്കാൻ? എന്തും നേരിടാൻ കരുത്തുണ്ടാവണമെന്ന് എന്നോട് എപ്പോഴും പറയാറുള്ള ആളാ ഇപ്പൊ തല ചുറ്റി വീണ് കരയുന്നത്. എഴുന്നേറ്റ് ചെന്ന് ആ കള്ളനെ പിടിച്ച് 2 പൊട്ടിച്ച് ഇനി കക്കരുതെന്ന് പറ. നല്ല കഥ. ഇങ്ങനെയാണോ ആണുങ്ങള്? കഴിഞ്ഞു എന്റെ ഈശ്വര. ഹൃദയം മെടിക്കേണ്ട അധികാരി. ഇത്തിരി ഉച്ചത്തിലങ്ങ് വിളിക്കുക. കുറച്ചും കൂടി ഉച്ചത്തിൽ അങ്ങോട്ട് വിളിക്കുക. അങ്ങനെയല്ല, എന്റെ മുത്തല്ലേ, മോൻ വിളിക്കണ കേട്ടില്ലേ? എണീക്കടാ, എണീക്കടാ. എണീറ്റല്ലോ. ഇനി ആരും പേടിക്കണ്ട. കാര്യമായി മാഷ ആരോ താങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും ദൂരം പോയി ഇങ്ങനെ ആരും തിരിച്ചു വരില്ല. അത്ഭുതം. മാഷ് ശവായി എന്നാ ഞാനും വിചാരിച്ചേ. ഇയാള് പോയില്ലേ? ഇല്ല. ഇനി ബോധം കെട്ട് മാഷ് വീഴണ്ട.
ഈ കള്ളനെ ഞാൻ പിടിച്ചിരിക്കും. നടക്കാത്ത സംഗതി വിളിച്ചു പറഞ്ഞു വെറുതെ നാറണ്ട. സാറിനെ കൊണ്ട് ഈ ജന്മം ഈ കള്ളനെ പിടിക്കാൻ പറ്റില്ല. അതേ പിടിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഉയരത്തിലാ കള്ളന്മാരും കള്ളന്മാരെ സഹായിക്കുന്നവരും നിൽക്കുന്നത്. ഇൻസ്പെക്ടർക്കും ഇൻസ്പെക്ടറുടെ തലയിലിരിക്കുന്ന ഇതിലും വലിയ ഇൻസ്പെക്ടർമാർക്കും ഒക്കെ അതറിയാം. അറിഞ്ഞിട്ടാരും പിടിക്കണില്ല. എന്താ കാര്യം? സത്യവും ധർമ്മവും ആത്മാഭിമാനവും ധൈര്യമുള്ള ഒരു ഇൻസ്പെക്ടറും ഇന്നവരെ നാട്ടിൽ വന്നിട്ടില്ല. അത് തന്നെ കാര്യം. തന്റെ ചെറിയച്ഛൻ എടുത്തതും കാക്കിയുടുപ്പല്ലേ? ചെറിയച്ഛൻ ഹെഡ് കോൺസ്റ്റബിളാ. ചെറിയച്ഛന്റെ തലയിൽ സാർ ഇൻസ്പെക്ടർ ആയിട്ടിരുന്ന പിന്നെ ചെറിയച്ഛനെ എങ്ങനെ കള്ളനെ പിടിക്കണേ? ഈ തൊപ്പി ഒരു ചെറിയച്ഛന് കൊടുക്ക്. 2-ാം ദിവസം കള്ള ലോകപ്പിൽ കിടക്കും. എന്നാ 2 ദിവസം കൊണ്ട് കള്ളനെ പിടിച്ച് ഉള്ളം കൈ വെച്ചിട്ട് ഞാൻ ഡാൻസ് ചെയ്യുന്ന കാണണം. അധികം ഡാൻസ് ചെയ്ത സാറിന്റെ ബെൽറ്റ് കഴിഞ്ഞ് തറ കിടക്കും. അത്ര ഉണ്ടാവുള്ളൂ. അച്ഛൻ ഇനിയെങ്കിലും പോയിക്കൂടെ? അല്ല പോകാറായില്ലേ ചോദിക്കാം. ആയി. നീ എന്തിനാടാ ആ പാവത്തിനോട് അങ്ങനെയൊക്കെ പറഞ്ഞേ? അങ്ങനെയെങ്കിലും വാശി കയറി അയാൾ ആ കള്ളനെ കയറി പിടിച്ച നമ്മൾ രക്ഷപ്പെട്ടില്ല അച്ഛാ. ഇവളുടെ കല്യാണം നടത്തണ്ടേ? അച്ഛൻ വേഗം ബോധം കെട്ട് വീണു. എനിക്ക് വീഴാൻ ബോധം തന്നെ ഇല്ല. അയ്യോ ദേ മാഷ് അയ്യോ എന്നോ ചത്തുപോയ തള്ളയുടെ തലയ്ക്ക് വിളക്കും വെച്ച് എന്നെ വെല്ലുവിളിച്ചു പോയിട്ട് എന്തായി? കലങ്ങിയില്ലേ? എല്ലാം കലങ്ങി ഒലിച്ചു പോയില്ലേ? ഏട്ടനായിട്ട് ഒരുത്തന്റെ കല്യാണം കലക്കിയിട്ടില്ല. കലക്കണമെന്ന് മോഹമുണ്ടായിരുന്നു. പക്ഷെ ഏട്ടനേക്കാൾ മുമ്പേ ദൈവം അത് കലക്കി. അതാണ് ഏട്ടനും ദൈവവും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അല്ലേട്ടാ? എന്നെ പട്ടിയാക്കി മാറ്റി നിർത്തി തുലാം 16 അയാള് കല്യാണം നിശ്ചയിച്ചു. നിങ്ങൾ എല്ലാവരും നോക്കിക്കോ, അന്നേ നാട്ടിലൊരു കല്യാണമേ നടക്കൂ. നമ്മള് കാത്തിരിക്കുന്ന ചന്ദ്രപ്പന്റെ രുക്മിണിയുടെയും കല്യാണം. നീ സന്തോഷത്തോടെ ഇരി. ഏട്ടൻ പറഞ്ഞതാ. ചന്ദ്രപ്പൻ രുക്മിണിയുടെ കഴുത്തിൽ താലി കെട്ടുമ്പോ കിട്ടാതെ പോയ താലിയോർത്ത ആ മാഷയുടെ മോള് നീറി നീറി നിലവിളിക്കുന്നത് ഈ നാട്ടുകാര് മുഴുവൻ കേൾക്കും. കേൾക്കൂ ഏട്ടാ, കേൾക്കും. ഓ, കല്യാണം കഴിഞ്ഞില്ല എന്ന് വിചാരിച്ച് നിലവിളിക്കുന്ന പെൺകുട്ടികളൊന്നും ഇപ്പോഴത്തെ കാലത്തില്ല. അത്രയും മനസമാധാനത്തോടെ ഇരിക്കാന്നേ അവര് വിചാരിക്കൂ. അളിയനെ മൂപ്പിക്കാതെ ഏടത്തൊന്ന് പോണുണ്ടോ? ഇങ്ങനെ മൂപ്പിക്കണ്ട തീരുമാനിക്കാൻ നീ ആരാടാ? ചുമ്മാ കയ്യും പിടിച്ചോണ്ടല്ല ഞാൻ ഇങ്ങനോട് ഇറങ്ങിപ്പോന്നത്. നിന്റെ എന്റെ അച്ഛൻ അധ്വാനിച്ചുണ്ടാക്കിയ എസ്റ്റേറ്റാ സ്ത്രീധനമായിട്ട് എഴുതി കൊടുത്തത്. അതെപ്പോ വാങ്ങി? എസ്റ്റേറ്റിനേക്കാൾ വിസ്താരമുള്ള പെണ്ണിനെ കെട്ടാൻ ചിലപ്പോ എസ്റ്റേറ്റ് ഒക്കെ എഴുതി വാങ്ങിയെന്ന് വരും. അത് കലക്കി പറഞ്ഞു. കുടിച്ച സാധനം വയറ്റി കിടക്കാതെ തലേ കയറി കളിച്ചാ വായി വരുന്ന ഞാനും വിളിച്ചു പറയും. പിന്നെ കുറുപ്പിനെ മരുന്നെടുക്കാൻ ഇവിടെ കാണില്ല. നിങ്ങൾ മാത്രമല്ല കുറുപ്പ്, ഞാനും കുറുപ്പാ. അളിയൻ വേണേ വേറെ കല്യാണം കഴിച്ചോ, എന്നാലും അളിയന്റെ കൂടെ എന്നും ഞങ്ങളുണ്ടാവും. എന്റെ ഏട്ട അങ്ങനെ ഒരു നല്ല ബുദ്ധി ഏട്ടൻ കാണിച്ച ഏട്ടത്തിയുടെ കൈയുണ്ടാവും ഏട്ടന്റെ മരണം. ആ 16 അടിയന്തരവും നമ്മൾ തന്നെ ഉണ്ണേണ്ടി വരും. അത് വേണോ ഏട്ടാ? വേണ്ട. കല്യാണം മുടങ്ങിന്ന് വെച്ച് നീ അത്രയ്ക്ക് അങ്ങോട്ട് ബലം പിടിക്കണ്ട. ആ തൂണ് വീഴും. കള്ളം കയറുന്നതും സാധനങ്ങൾ കട്ടുകൊണ്ടുപോകണമൊക്കെ സാധാരണയല്ലേ മേസ്ത്രി? എന്നാലും മനുഷ്യന്റെ നന്മ എന്ന് പറഞ്ഞ സാധനം ആർക്കെങ്കിലും കട്ടുകൊണ്ടുപോകാൻ കഴിയുമോ? ഈ കല്യാണം എങ്ങനെയും നടക്കണം. ഞാനും ഒരു അസല് കള്ളനാണ്. പറഞ്ഞ സ്വർണം ഇല്ലാതെ ഞാൻ ഈ കല്യാണം നടത്തില്ല. അച്ഛനൊന്ന് 4 വട്ടം മോഹാൽസ്യം ഉണ്ടായി. നല്ല ചെന്നിനായകം പാലിലങ്ങോട്ട് അരച്ചു കൊടുത്താൽ മോഹാൽസ്യം മാറിക്കിട്ടും. കഴിയുന്നതും ചീത്തവാക്കുകളില്ലാതെ നമുക്ക് സംസാരിക്കാം. രാധയ്ക്ക് കൊടുക്കാൻ 91 പവനാ ഞങ്ങൾ കരുതി വെച്ചത്. നിശ്ചയിച്ച തീയതിക്ക് തന്നെ എങ്ങനെയെങ്കിലും കല്യാണം നടത്തണം. വീടും പറമ്പും വിറ്റിട്ടായാലും രാധയ്ക്കുള്ളത് കല്യാണം കഴിഞ്ഞാലും ഞങ്ങൾ തന്നോളാം. കള്ളം കട്ടോണ്ട് പോയിന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ ആരും വിശ്വസിക്കില്ല കുട്ടി. ആ 91 പവന് ഞങ്ങളെ കാണിക്കും. കല്യാണത്തിന് ഇനിയും ദിവസങ്ങളില്ലേ? രാധയ്ക്ക് കൊടുക്കാൻ വെച്ച സ്വർണം ഒന്നുകൂടി അങ്ങോട്ട് ഉണ്ടാക്കാൻ അച്ഛനോട് പറ. എന്നാ മുഹൂർത്തത്തിന് കല്യാണം നടക്കും. അല്ലെങ്കിൽ ഇവന്റെ പെണ്ണ് വേറെ. അങ്ങനെ ഒരു പെണ്ണിനെ കൊണ്ടുവന്നാൽ ഞാൻ കെട്ടൂലെങ്കിലോ? നീ കെട്ടൂലെങ്കിൽ ഞാൻ കെട്ടും. ഇവിടെ അടുത്ത ഞാൻ ഇത്തിരി വെള്ളം കിട്ടുമോ? എന്റെ ദാഹുണ്ടോ? ആ വഴിക്ക് പോയ ഒരു അമ്പലക്കുളമുണ്ട്. എനിക്കിനി വീട്ടിലേക്ക് പോണമെന്നില്ല. ഞാൻ ആ കുളത്തിൽ ചടിച്ചത്തോളാം. നിങ്ങൾ അച്ഛനോട് വിവരം പറഞ്ഞാൽ മതി. വെള്ളത്തിൽ മുങ്ങി ചത്ത തന്റെ പ്രശ്നം തീരുവോ? എന്താ അത്? അങ്ങനെ ഇവിടെ കല്യാണം മുടങ്ങുന്നില്ല. എല്ലാരും കൂടി വട്ടത്തിരുന്ന് ഉറപ്പിച്ച കല്യാണ. അതിൽ നിന്ന് പിന്നോക്കം മാറിയ മേസ്ത്രിക്ക് നാട്ടിൽ മേസ്ത്രി അടി ജീവിക്കാൻ പറ്റുമോ? ആ കുളത്തിൽ വെള്ളം ഉണ്ടെന്ന് തന്നോട് ആരാ പറയാൻ പറഞ്ഞു? ഞാൻ ചാടാൻ പോയപ്പോ ഉണ്ടായിരുന്നു. ഇപ്പം വെള്ളം ഉണ്ടോന്ന് അറിയില്ല. ഓ സഹദേവൻ, ഒരു മിനിറ്റ്. എല്ലാരും എന്നോട് ക്ഷമിക്കണം. എന്റെ അച്ഛന് ഇങ്ങനെ ഒരു മുഖമുണ്ട്. അച്ഛനെ നിന്ദിക്കാൻ പാടില്ലെന്ന മാഷെന്നെ പഠിപ്പിച്ചത്. ഇല്ലെങ്കിൽ അച്ഛനെ 2 പൊട്ടിച്ചേനെ. അത് വേണോ? അത് വേണോ വേണ്ടോ ഇതുവരെ തീരുമാനമായിട്ടില്ല. വിഷമിക്കരുത്. ഒരു കാര്യം അറിയാനാണ് ഞാൻ ഓടി വന്നത്.
രാധയെ കെട്ടാൻ പോകുന്ന ചെറുക്കന് ഒരു തന്ത വേണമെന്ന് മിസ്റ്റർ ദിനകരന് നിർബന്ധമുണ്ടോ? അങ്ങനെ ഒരു നിർബന്ധം എനിക്കില്ല. കല്യാണം കഴിഞ്ഞ് സൗകര്യം പോലെ രാധയുടെ ചെക്കനൊരു തന്തയെ കാണണമെന്ന് നല്ല മോഹമുണ്ട്. രാധയും ഭർത്താവിനെയും കുഞ്ഞിനെയും കണ്ണു നിറച്ച് കാണണമെന്ന് അമ്മ എപ്പോഴും അച്ഛനോട് പറയാറുണ്ടെന്ന് എനിക്കറിയാം. എന്നാ ഞാനത് ഏറ്റവും ഇനി അമ്മയെ കാണുമ്പോ അച്ഛൻ പറഞ്ഞോട്ടെ. മിസ്റ്റർ ദിനകരന്റെ രാധക്കുട്ടി ഈ സഹദേവന്റെ ജീവന. ഒരു കള്ളനത്തിന് സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി എന്ന് വെച്ച് ഞാൻ അവളെ ഉപേക്ഷിച്ചു എന്ന് നിങ്ങൾക്കൊക്കെ ഇങ്ങനെ തോന്നി. ആര് സമ്മതിച്ചില്ലെങ്കിലും തുലാം 16-ാം തീയതി രാധയുടെ കാര്യത്തിൽ താലി കെട്ടാൻ മാഷിന്റെ വീട്ടുമുറ്റത്ത് ഈ സഹദേവൻ ഉണ്ടാവും. നിങ്ങൾ സഹദേവനല്ല സഹദേവ, പിന്നെ ദേവനാ. ഈ നല്ല മനസ്സിന് ദൈവം തരും. അത് ദൈവം തരുമ്പോ ഞാൻ വാങ്ങിച്ചോളാം. നമ്മളിങ്ങനെ അറിയാതെ കല്യാണത്തിന് മുമ്പ് കെട്ടിപ്പിടിച്ച് പോയത് തൽക്കാലം അച്ഛൻ അറിയണ്ട. അറിഞ്ഞ പ്രശ്നം എന്നെ പൂട്ടിയിടും. അളിയും പോയിക്കോ, ആരും അറിയില്ല. ധൈര്യമായിട്ട് പൊക്കോ പൊക്കോ. ഹാവൂ, ഇപ്പഴാ ഒന്ന് ജീവൻ വെച്ചത്. ഈ വഴിക്കല്ലേ അമ്പലക്കുളം ഉണ്ടെന്ന് പറഞ്ഞത്. ഒന്ന് കുളിച്ചു കൊടുത്തിട്ട് പോവാം. കൃഷ്ണ കൃഷ്ണനല്ല അയ്യപ്പനാ. രണ്ടും ഒന്നേടോ അയ്യപ്പാ. അയ്യപ്പാ.